ഇവിടെ ഇരിക്കുവായിരുന്നു. നീ എന്തിനെങ്ങനെ പേടിക്കണം? ഇത്ര രസമല്ലടാ. നീ എന്നാ അകത്തേക്ക് വന്നേ, ഞങ്ങളുടെ കാര്യം പറയട്ടെ. വെച്ചോളല്ലോ. ഇവിടെ ഇല്ല, എന്നാലും ഇതവിടെ പോയി. എന്റെ ഹെഡ്സെറ്റ് വേണ്ട. ഞാനൊന്നും കണ്ടില്ല നിന്റെ ഹെഡ്സെറ്റ്. എന്റെ ഹെഡ്സെറ്റ് വേണ്ടാന്ന് അവിടെ ഒരിടത്തും കാണും. അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ വേഗം കുടിച്ചില്ലെങ്കിൽ പള്ളിയിൽ പോകാൻ നോക്ക്. ഞാൻ വൈകുന്നേരത്തെ കുർബാന കൊക്കോളാം. ഇതിപ്പോ ഇവിടുന്ന് ഞാനിന്ന് ഹെഡ്സെറ്റ് എടുത്താ? ഞാനൊന്നും എടുത്തില്ല. പിന്നെ ഇത് ആകാശത്ത് പൊട്ടി പൊളച്ചാ? ആ ചെലപ്പോ ആയിരിക്കും. മാത്യു, വേഗം എണീറ്റ് പള്ളിയിൽ പോ. ആ എടാ പുതിയ സൈറ്റ് വല്ലതും ഉണ്ടോ? സൈറ്റാ? ആടാ മറ്റേ സൈറ്റ് ഉണ്ട്, പഴയതൊക്കെ ഉണ്ട് മടുത്തു. സൈറ്റ് ഒന്നുമില്ല, അതിലൊക്കെ കയറിയാ പോലീസ് പിടിക്കും. വേണമെങ്കിൽ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. പേരെന്താ? കെട്ടുകമ്പി. എന്ത്? കെട്ടുകമ്പി. കെട്ടുകമ്പിയാ? ആ ദൈവത്തോട് മനുഷ്യനുള്ള ബന്ധത്തിന്റെ വളർച്ചയാണ് വിശുദ്ധി. പരസ്പരം സ്നേഹിച്ചും പ്രാർത്ഥിച്ചും പങ്കുവെച്ചും ജീവിക്കുമ്പോൾ നമുക്ക്
ഞാൻ ഞാൻ എന്തൊരു വൃത്തികെട്ടവനാ. ഇതെന്താ എനിക്ക് നിർത്താൻ പറ്റാത്തെ? ഇല്ല, ഞാനിനി ചെയ്യില്ല. ഇതാണ് ലാസ്റ്റ്. ഇനിയില്ല. മാത്യു, വാതിൽ തുറന്നേ. മാത്യു, നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. വാ, പ്രാർത്ഥനയല്ല. എനിക്കൊന്നും കഴിയല്ല. അമ്മ പോയേ. അമ്മച്ചി, അമ്മച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ. അതിപ്രായത്തിൽ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാകും. അതങ്ങനെ കണ്ടാ മതി. അതങ്ങനെയല്ല അച്ഛാ. അവൻ ദേഷ്യപ്പെടുന്നത് കൊണ്ടോ പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നത് കൊണ്ടോ അല്ല. അവൻ അച്ഛാ, പിറ്റേ ദിവസം ഞങ്ങളുടെ ജോമോൻ ചേട്ടൻ്റെ കല്യാണമായിരുന്നു. അതുകൊണ്ട് അന്ന് നേരത്തെ പ്രാർത്ഥന ചൊല്ലി. പക്ഷേ എത്ര വിളിച്ചിട്ടും അവൻ അങ്ങോട്ട് വന്നില്ല. അവൻ വീട്ടിൽ തന്നെ ഇരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും അവനുള്ള ഫുഡും എടുത്ത് നേരത്തെ പോന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോ ശരിയാണ്. ഞാനും കണ്ടു. ശരിയാ. ഒന്നിനും കൊള്ളില്ല. മറ്റേ അവരുടെ ഇത് കണ്ടായിരുന്നു. ആ ഫുഡ് എന്തിനു വെച്ചവര് ഡാ മാത്യു, ഡാ ലൈറ്റ് ഉണ്ടല്ലോ. നമുക്ക് അപ്പുറത്തോട്ട് പോകാം. ഈ ചെറുക്കൻ എന്ത് ചെയ്യണകത്ത്? ഡോറും പൊട്ടി. മാത്യു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സാരമില്ലടാ, ഞാനുണ്ട് നിന്റെ കൂടെ. അച്ഛാ, ഞാൻ സാരമില്ലടാ, വിഷമിക്കണ്ട. നിന്റെ സങ്കടങ്ങളൊക്കെ പറ, ഞാൻ കേട്ടോളാം. അച്ഛാ, ഞാൻ മുഴുവൻ അഴുക്കാണ് അച്ഛാ. എന്നെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും ഇതൊന്നും നിർത്താൻ കഴിയുന്നില്ല. ഞാൻ കൂടുതൽ ഇതിലോട്ട് വീണോണ്ടിരിക്കുക. അന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതെന്ന്
മോനെ ആരാ ആരാ ഇതൊക്കെ നിനക്ക് കാണിച്ചെന്ന്? അത് പേടിക്കണ്ട, നീ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെയാ നിന്റെ ലൈഫിലോട്ട് വന്നേ? ഒരു 6 മാസം മുമ്പാണ് അച്ഛാ. ഞാൻ അന്ന് വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ജോമോൻ ചേട്ടൻ്റെ വീട്ടിലാണ് കിടന്നത്, ചേട്ടൻ്റെ റൂമിൽ. അന്ന് ചേട്ടൻ എന്നെ ആദ്യമൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ചേട്ടൻ എൻ്റെ ബോഡിയിൽ പല ഭാഗത്തും ടച്ച് ചെയ്തുകൊണ്ടിരുന്നു. ചേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും മറുത്തു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ അയാൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അച്ഛാ. പിന്നെ അത് പതിവായി. ചേട്ടൻ എൻ്റെ വീട്ടിൽ സ്ഥിരം വരാനും എൻ്റെ കൂടെ എൻ്റെ റൂമിൽ ഇരിക്കാനും ഒക്കെ തുടങ്ങി. എന്നെ ഓരോ വീഡിയോസൊക്കെ കാണിച്ച് അതുപോലെ ചെയ്യിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ വീഡിയോസിനൊക്കെ അഡിക്റ്റ് ആവാൻ തുടങ്ങി. എനിക്കിപ്പോൾ പെൺകുട്ടികളെയും ചേച്ചിമാരെയും ഒക്കെ നോക്കാൻ തന്നെ പേടിയാണ്. ഞാൻ അവരിൽ കാണുന്നത് മറ്റു പലതുമാണ്. എന്നെ മറ്റുള്ളവർ തൊടുന്നത് പോലും ഇപ്പോൾ പേടിയാണ് അച്ഛാ. ഞാൻ ചീത്തയാണ് അച്ഛാ. ഇപ്പോൾ എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ എൻ്റെ ഈ ചീത്ത ശീലങ്ങളൊക്കെ അറിഞ്ഞു. ഞാൻ ഈ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇനി എങ്ങനെ ചെല്ലും? ഞാൻ ചീത്തയാ അച്ഛാ. നീ അത് കണ്ടോ മാത്യു? നമ്മൾ നടന്നലമ്പാക്കിയതൊക്കെ തിരകൾ വന്നു കഴുകി പുതിയ തീരമായി മാറിയത്. നമ്മുടെ ഹൃദയത്തിലും ഇങ്ങനെ കുറെ അഴുക്കുകളും കറകളും അറിഞ്ഞും അറിയാതുമൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷെ ഈശോയുടെ സ്നേഹം കൊണ്ട് അതൊക്കെ കഴുകി പുതിയ ഹൃദയം പോലെ ആക്കി മാറ്റും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ദൈവത്തിന് നിന്നോട് ക്ഷമിക്കാമെങ്കിൽ വെറും നിസ്സാരരായ നമ്മൾ മനുഷ്യർക്ക് ക്ഷമിച്ചാലെന്താ? അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും ഒന്നും നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ അവരോട് സംസാരിച്ചിരുന്നു. പിന്നെ മാത്യുവിന് ഉണ്ടായതുപോലെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു കൂട്ടുകാരൻ എനിക്കുമുണ്ട്. മാത്യുവിനെ ഇന്ന് കേൾക്കാൻ ഞാൻ കൂടെയില്ലേ. പക്ഷെ അവൻ അന്ന് ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും നിന്റെ മനസ്സിലെ ദുഃഖത്തിൻ്റെ ആഴം. മാത്യു, ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം ശരിയാകും. പക്ഷെ ഒരു ദിവസം എല്ലാം ശരിയാകും. ഈശോയെ മുറുകെ പിടിച്ചോട്ടാ.